നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം പരിക്കിൽ നിന്ന് മുക്തനായി വന്ന എസ്റ്റവായോ പൊളിച്ചടുക്കി. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിനാണ്. എസ്റ്റവായോ മാത്രമല്ല, ചെൽസി ടീം ഒന്നടങ്കം പൊളിച്ചടുക്കി. പോർട്ട് വെയിലിനെ ഏകപക്ഷീയമായ 7 ഗോളുകൾക്കാണ് അവർ മുക്കിയിരിക്കുന്നത്. FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. 7-0 അവർ വിജയിച്ചേറുമ്പോൾ ഹാറ്റോയും ജാവോ പെഡ്രോയും അവർക്ക് വേണ്ടി ഗോളടിച്ചു. പിന്നെ ഒരു ഓൺ ഗോൾ ഇറക്കുന്നു. അതിനുശേഷം എഡ്രാബിയോ, അതുപോലെ ആൻഡ്രി സാൻഡോസ്, എസ്റ്റവായോ, അലയാൻഡ്രോ ഗർനാച്ചോ എന്നിവർക്ക് ഗോളടിച്ചു. ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തിയ എസ്റ്റവായോയെ അഭിനന്ദിക്കുന്ന തരത്തിൽ പിന്നീട് റോസ്നിയർ സംസാരിക്കുകയും ചെയ്തു. അവന് പരിധികളില്ല, പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ട് മികച്ച പ്രകടനം അങ്ങ് നടത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ കാര്യത്തിൽ വലിയ സന്തോഷവാനാണെന്നാണ് കോച്ച് പറഞ്ഞത്. മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ പെഡ്രോ, എസ്റ്റവായോ, കോൾ പാൽമർ, പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ചെൽസിക്ക് വേണ്ടി ഇറങ്ങി. കളിയിൽ വലിയ ആധിപത്യം സ്വാഭാവികം, കാരണം എതിരാളികൾ അത്ര ശക്തരല്ല. വലിയ ആധിപത്യം പുലർത്തുകയും അതൊക്കെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. 3-ാമത്തെ മിനിറ്റിൽ തന്നെ ഹാറ്റോയിലൂടെ അവർ ലീഡെടുത്തു. തുടർന്ന് 26-ാമത്തെ മിനിറ്റിൽ ജാവോ പെഡ്രോയുടെ ഗോൾ പിറന്നു. ജാവോ പെഡ്രോയുടെ ഗോളോ അസിസ്റ്റോ ചെൽസിക്ക് വേണ്ടി കളിക്കുമ്പോൾ അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ്. 44-ാമത്തെ മിനിറ്റിൽ ലോറൻസ് ഗബ്രിയലിൻ്റെ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ചെൽസിക്ക് ലീഡായി. ഇടവേളയ്ക്ക് ശേഷം അഡ്രാബിയോ ഗോളടി പുനരാരംഭിച്ചു. 58-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നത്. പിന്നാലെ പെഡ്രോ നെറ്റോയ്ക്ക് പകരം ഗർനാച്ചോ കളിക്കളത്തിലേക്ക് വരികയും ചെയ്തു. 70-ാമത്തെ മിനിറ്റിൽ എസ്റ്റവായോയുടെ അസിസ്റ്റിൽ നിന്ന് മറ്റൊരു ബ്രസീലിയൻ താരം ആൻഡ്രി സാൻഡോസിൻ്റെ ഗോൾ പിറന്നു. അതോടുകൂടി 5-0 ലീഡായി മാറുകയും ചെയ്തു. 83-ാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായോ തൻ്റെ ഗോൾ കണ്ടെത്തുന്നത്. പിന്നാലെ അലയാൻഡ്രോ ഗർനാച്ചോയുടെ ഗോൾ പിറക്കുന്നു. പെനാൽറ്റിയിലൂടെ ഗർനാച്ചോ ഗോൾ അടിച്ചതോടെ മത്സരം 7-0 വമ്പൻ വിജയത്തിലേക്ക് ചെൽസി കടന്നുപോവുകയായിരുന്നു. എൻസോ ഫെർണാണ്ടസിനെ 2 കളികളിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അതൊന്നും ചെൽസിയെ ബാധിക്കാത്ത വിധമുള്ള ഒരു കിടിലൻ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.